മിസ് പ്രീത. ഇന്ന് ടൈലറിങ്ങിൻ്റെ തേർഡ് ഡേയിൽ ഫ്രിൽഡ് ഫ്രോക്കാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഫ്രിൽഡ് ഫ്രോക്കിൻ്റെ ബോഡി പാർട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇതാണ് അതിൻ്റെ ഫ്രണ്ട് പാർട്ട്. അതിൻ്റെ ലൈനിങ്ങും ഞാൻ കട്ട് ചെയ്തു. അതുപോലെ തന്നെ ബാക്ക് പാർട്ടിനും ലൈനിങ് എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് സ്കേർട്ട് പാർട്ട് കട്ട് ചെയ്യണമെങ്കിൽ സ്കേർട്ട് ലെങ്ത്ത് എത്രയാണെന്നറിയണം. അതിന് വേണ്ടിയിട്ട് ഫുൾ ലെങ്ത്തിൽ നിന്ന് വേസ്റ്റ് ലെങ്ത്ത് കുറയ്ക്കണം. അതോടൊപ്പം തന്നെ സീം അലവൻസ് ഒരു 2 സെൻറ്റിമീറ്ററും ബോട്ടം ഫോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് 3 സെൻറ്റിമീറ്ററും ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിൻ്റെ ഫുൾ ലെങ്ത്ത് 69 ആണ്. മൈനസ് വേസ്റ്റ് ലെങ്ത്ത് 32 പ്ലസ് ദിസ് 2 പ്ലസ് 3 5. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 42 സെൻറ്റിമീറ്റർ ആണ് ഇതിൻ്റെ സ്കേർട്ട് ലെങ്ത്ത്. ഇനി നമുക്ക് ഫസ്റ്റ് ഫ്രിൽ പാർട്ട് കട്ട് ചെയ്യാം. അതായത് ഈ 0 to 1 ഈ ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ ഈ സ്കേർട്ട് ലെങ്ത്ത് ബൈ 2 പ്ലസ് 5 സെൻറ്റിമീറ്റർ സീം അലവൻസും അതിൻ്റെ ബോട്ടം ഫോൾഡും കൂടി മൈനസ് 5 സെൻറ്റിമീറ്റർ. അപ്പോൾ ഈ സ്കേർട്ട് ലെങ്ത്ത് പകുതി എടുത്തിട്ട് അതിൻ്റെ കൂടെ 5 സെൻറ്റിമീറ്റർ കൂട്ടണം. അതോടൊപ്പം 5 സെൻറ്റിമീറ്റർ കുറയ്ക്കണം. അപ്പോൾ നമുക്ക് 21 സെൻറ്റിമീറ്റർ ആണ് അതിൻ്റെ ഈ ലെങ്ത്ത് കിട്ടുന്നത്. ഇനി 0 to 1 നമുക്ക് കിട്ടി. ഇനി 1 to 2 ഈ ലെങ്ത്ത് കിട്ടണം എത്രയാണെന്ന് വെച്ചാൽ അതിൻ്റെ വേസ്റ്റ് റൗണ്ട് ഇൻറ്റു 2 സെൻറ്റിമീറ്റർ. അതായത് നമുക്കിതിൻ്റെ ഈ ബോഡി പാർട്ട് ചെയ്തപ്പോൾ ഈ ലെങ്ത്ത് കിട്ടി. ഈ ലെങ്ത്ത് എത്രയാണോ അത് നമുക്ക് 2 to 11 ആണ് കിട്ടിയിരിക്കുന്നത്. 2 to 11 19 സെൻറ്റിമീറ്റർ ആണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൻ്റെ ഡബിൾ എടുക്കണം. ടോയ്സ് ഓഫ് ദ ബോഡി പാർട്ട്, അതായത് അതിൻ്റെ 2 മടങ്ങ് എടുത്താൽ മതി. അപ്പോൾ നമുക്ക് 38 സെൻറ്റിമീറ്റർ കിട്ടും. അതേപോലെ സെക്കൻഡ് ഫ്രിൽ പാർട്ട് ചെയ്യണമെങ്കിൽ ഈ സെയിം തന്നെ സ്കേർട്ട് ലെങ്ത്ത് ഡിവൈഡഡ് ബൈ 2 പ്ലസ് 5 പ്ലസ് 5 സെൻറ്റിമീറ്റർ സീം അലവൻസും ബോട്ടം ഫോൾഡ്. അപ്പോൾ നമുക്ക് 5 ഇഞ്ച് കൂട്ടുകയാണ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ കുറച്ചു. സ്കേർട്ട് ലെങ്ത്ത് ബൈ 2 പ്ലസ് 5 മൈനസ് 5 ആയിരുന്നു. ഇവിടെ 5 ആഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് 31 സെൻറ്റിമീറ്റർ കിട്ടും. ഇനി അപ്പോൾ ഈ ലെങ്ത്ത് 0 to 1 31 ആണ്. സെൻറ്റിമീറ്റർ ആണ്. ഈ 1 to 2 കിട്ടുന്നത് വേസ്റ്റ് റൗണ്ടിൻ്റെ അതിനെ 3 കൊണ്ട് ഇൻറ്റു ചെയ്യണം, മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് ഈ വേസ്റ്റ് റൗണ്ട് ഇൻറ്റു 3. അപ്പോൾ നമുക്ക് 57 സെൻറ്റിമീറ്റർ കിട്ടും. അപ്പോൾ ഇതേപോലെ 2 പീസ് കട്ട് ചെയ്തെടുക്കണം. ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതായത് പോലെ തുണി നമ്മൾ സാധാരണ മടക്കുന്ന പോലെ 4ആയിട്ട് മടക്കിയിട്ട്, അതായത് 2 ഫോൾഡ് കിട്ടി. 2 ഫോൾഡ് ഇതിങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ മടക്കുക. എന്നിട്ട് ഇവിടുന്ന് താഴോട്ടുള്ളത് 21 സെൻറ്റിമീറ്ററും ഈ ലെങ്ത്ത് അതിനെ ഡബിൾ ചെയ്യുമ്പോൾ നമുക്ക് 38 ആണ് കിട്ടുന്നത്. അതായത് വേസ്റ്റ് റൗണ്ട് ഇൻറ്റു 2 ഓർ മോർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് കുറച്ച് കൂടുതലുണ്ട്. അത് ഞാൻ കട്ട് ചെയ്തിട്ടില്ല. നമുക്ക് വേണ്ടത് 38 ഇവിടം വരെയാണ് വരുന്നത്. അപ്പോൾ കുറച്ചും കൂടെ ഫ്രില്ല് അടുത്തടുത്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിത് അങ്ങനെ തന്നെ എടുക്കുകയാണ്. ഇനി നമുക്ക് ഇതിൽ പറഞ്ഞിരിക്കുന്ന പോലെ സെക്കൻഡ് പാർട്ടിൻ്റെ ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ്. സെക്കൻഡ് പാർട്ടിൻ്റെ ഈ ലെങ്ത്ത് 31 സെൻറ്റിമീറ്റർ ആണ്. 31 സെൻറ്റിമീറ്ററും ഇങ്ങോട്ടുള്ള ലെങ്ത്ത് 57 ആണ്.
ഇവിടെയാണ് 57. കുറച്ച് കൂടുതലുണ്ട്, അത് ഞാൻ കട്ട് ചെയ്ത് കളയുന്നില്ല, ഫ്രിൽ ഫ്രോക്ക് ആയതുകൊണ്ട് അതും കൂടെ ഞാൻ എടുക്കുന്നു. ഇപ്പോൾ ഇതുപോലെ രണ്ടായിട്ട് മടക്കിയ 2 പീസ് നമുക്ക് കിട്ടി. ഇനി അതിൻ്റെ ലൈനിങ് എടുക്കണം. ലൈനിങ് കട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം കട്ട് ചെയ്തത് ഫസ്റ്റ് പാർട്ട് ഇതാണ്. ഇതിങ്ങനെ പ്ലീസ് ഇട്ട് കൊടുക്കും ഇവിടെ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ താഴെ ലൈനിങ് അറ്റാച്ച് ചെയ്യും. അപ്പോൾ ഈ ലൈനിങ് എടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ വേസ്റ്റ് റൗണ്ട് ഇതിൻ്റെ കൂടെ 1 സെൻറ്റിമീറ്റർ ഞാനിവിടെ എക്സ്ട്രാ ഇട്ടിട്ടുണ്ട്. അതായത് ഇവിടെ 18 ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. 18 + 1, അതായത് 2 സൈഡിലും നമുക്ക് 1 സെൻറ്റിമീറ്റർ ഇങ്ങനെ കൂട്ടി യോജിപ്പിക്കാൻ വേണ്ടിയിട്ട് സീം അലവൻസ് ആണ്. അപ്പോൾ ഇതിലും ഈ ലൈനിങ് പാർട്ടിലാണ് ഫ്രില്ല് വെച്ചെടുക്കുന്നത്. ഇങ്ങനെ ഇരിക്കും. ഇത് ബോഡി പാർട്ട് ലൈനിങ് വെച്ച് ചെയ്തിട്ട് നെക്കും ഷോൾഡറും ഒക്കെ വെച്ചതിന് ശേഷം ഇതിൻ്റെ ലൈനിങ് പാർട്ടിൽ നമ്മൾ ഫ്രില്ല് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഈ ലൈനിങ് നമ്മൾ ഈ ഫസ്റ്റ് പാർട്ട് കട്ട് ചെയ്ത അതിൻ്റെ അകത്ത് നിൽക്കത്തക്ക രീതിയിൽ വേണം ലൈനിങ് എടുക്കാൻ വേണ്ടി. അപ്പോൾ ഞാനിവിടെ 15 സെൻറ്റിമീറ്റർ എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് മടക്കി അടിച്ചു കൊടുക്കണം. അപ്പോൾ ഇത് ഫുള്ള് നമ്മൾ ഇങ്ങനെ ചുരുക്കിട്ട് ആ ലൈനിങ്ങിൽ ഫുള്ളായിട്ട് വെച്ച് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ ഈ സൈഡും ചുരുക്കിട്ട് ഇതിങ്ങനെ വെച്ചിട്ട് ഈ പാർട്ടും അതുപോലെ തന്നെ ചുരുക്കിട്ടെടുത്തിട്ട് ഈ ലൈനിങ്ങിൻ്റെ അടിയിലാണ് ഈ പാർട്ട് ഇതിൻ്റെ അടിയിലാണ് വെച്ച് കൊടുക്കുന്നത്. അതാണ് ഫ്രിൽഡ് ഫ്രോക്ക് എന്ന് പറയുന്നത്. ഈ ലൈനിങ്ങിൻ്റെ അടിയിൽ ഈ ഭാഗം അറ്റാച്ച് ചെയ്ത് വയ്ക്കും. ഇതിവിടെ നമ്മൾ സൈഡ് ഇങ്ങനെ മടക്കി അടിച്ചു കൊടുക്കും. ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ആദ്യം ഞാൻ ഈ പാർട്ട് ലൈനിങ് അറ്റാച്ച് ചെയ്ത് നെക്കും ഈ ആം ഹോളും ഇവിടെ ഞാൻ പൈപ്പിംഗ് വെച്ച് ചെയ്യുന്നേ ഉള്ളൂ. ജസ്റ്റ് പൈപ്പിംഗ് മാത്രമേ കൊടുക്കുന്നുള്ളൂ. അതുപോലെ ഇതിൻ്റെ നെക്ക്, ബാക്ക് പാർട്ടിൻ്റെ നെക്ക് സിബ് വയ്ക്കുന്നവർക്ക് സിബ് വെച്ച് കൊടുക്കാം, ഇല്ലെങ്കിൽ ജസ്റ്റ് ഹുക്ക് വെച്ചാൽ മതി. ഞാൻ ആദ്യം ലൈനിങ്ങിൻ്റെ നല്ല വശവും ഫ്രോക്കിൻ്റെ നല്ല വശവും കൂടെ മുകളിൽ വെച്ചിട്ട് ഇതിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പോവാണ്. നെക്ക് ഇതുപോലെ ലൈനിങ്ങിൽ വെച്ച് അറ്റാച്ച് ചെയ്തു. അതിനുശേഷം ഈ 2 കോർണറിലും കട്ട് ചെയ്ത് കൊടുത്തിട്ട് തിരിച്ചിട്ട് കൊടുക്കാൻ പോവാണ്. ഫ്രണ്ട് നെക്ക് തിരിച്ചിട്ടപ്പോൾ അതുപോലെ വന്നു, ആ ബക്കറ്റ് നെക്ക് പോലെ തന്നെ. ഇനി നമുക്ക് ഇവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. പൈപ്പിംഗ് വേണ്ടവർക്ക് പൈപ്പിംഗ് വെച്ച് കൊടുക്കാം. ഫുൾ ലൈനിങ് വെച്ച് അറ്റാച്ച് ചെയ്തെടുത്തു ഒരു സൈഡ്. ഇനി ഇവിടെ ടക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇവിടെ നിന്ന് നമ്മൾ ഈ സെൻറ്ററിൽ ഇവിടെ നിന്ന് 6 സെൻറ്റിമീറ്റർ, പിന്നെ 6 സെൻറ്റിമീറ്റർ മുകളിലേക്കും 1.5 സെൻറ്റിമീറ്റർ റൈറ്റും ലെഫ്റ്റും ടക്ക് വിട്ട് കൊടുത്തിരുന്നു. ആ കറക്റ്റ് ഇതിൽ തന്നെ ഞാൻ ടക്ക് അടിക്കാൻ പോവാണ്. ഫ്രണ്ട് പാർട്ട് 2 ഭാഗത്തും ടക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ ബാക്ക് പാർട്ടും ചെയ്തെടുക്കുകയാണ്. ബാക്ക് പാർട്ട് ഞാൻ ഇത് സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് ഞാൻ ഇതേപോലെ തന്നെ നെക്ക് അടിക്കുന്നേ ഉള്ളൂ. സിബ് ഒന്നും വെക്കുന്നില്ല. അതിന് വേറെ വീഡിയോ ഞാൻ പിന്നെ കാണിച്ചു തരാം. ഇപ്പോൾ ജസ്റ്റ് ജോയിൻ ചെയ്ത് ഫ്രില്ല് വെക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഫ്രണ്ട് പാർട്ടിൽ ആം ഹോളിൻ്റെ അവിടെ ഞാനിങ്ങനെ ആ സെയിം ക്ലോത്ത് തന്നെ വെച്ച് പൈപ്പിംഗ് കൊടുത്തു. ഇവിടെ ജസ്റ്റ് ഒരു ഫ്രില്ല് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്ക് പാർട്ട് ചെയ്തെടുക്കാം. ഞാനിതുപോലെ ലൈനിങ്ങിൻ്റെ നല്ല വശവും
ഫ്രോക്കിൻ്റെ നല്ല വശവും കൂടെ ഇങ്ങനെ മേതെ വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു. പിന്നെ നിങ്ങൾക്ക് ഹുക്ക് വെക്കണമെങ്കിൽ ഇവിടെ ഇതിങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഈ രണ്ട് സ്റ്റിച്ചിൻ്റെ നടുവിലൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് തിരിച്ചിട്ട് കൊടുക്കുക ലൈനിങ്. ബാക്ക് പാർട്ട് എനിക്ക് ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തു. ഇവിടെ സിബ് വേണമെങ്കിൽ വെച്ച് കൊടുക്കാം. പിന്നെ ഇവിടെ ഞാൻ ടക്ക് ബാക്ക് പാർട്ടിലും ടക്ക് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ആം ഹോള് പൈപ്പിംഗ് വെച്ചെടുത്തിട്ടുണ്ട്. സ്ലീവ് വേണ്ടവർക്ക് സ്ലീവ് വയ്ക്കാം. ഞാൻ പൈപ്പിംഗ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഇനി നമുക്ക് ഈ ലൈനിങ് പീസ് എടുത്തിട്ട് ജോയിൻ ചെയ്യുക. ഞാനിവിടെ 2 പീസ് ആയിട്ടിരുന്നത് ഞാനിത് ഒറ്റ പീസായിട്ട് എടുക്കുവാണ്. ഇനി ഈ ഫ്രില്ലിൻ്റെ ഫസ്റ്റ് പാർട്ട് എടുക്കുക. ഫസ്റ്റ് പാർട്ട് എടുത്ത് അതും 2 പീസായിട്ടാണ് കിട്ടിയിരിക്കുന്നത്. ഇത് രണ്ടും കൂടെ ജോയിൻ ചെയ്യണം. ജോയിൻ ചെയ്തതിന് ശേഷം ഇതുപോലെ ലെങ്ത്ത് കൂട്ടിയിട്ട് ഒരു സ്റ്റിച്ച് ഇട്ടിട്ട് ഈ നൂല് പതുക്കെ ഇങ്ങനെ വലിച്ചു കൊടുത്താൽ മതി. അതിന് ശേഷം ഈ ലൈനിങ്ങിൽ വെച്ച് അറ്റാച്ച് ചെയ്യുക. ചുരുക്കിട്ട് കൊടുത്തതിന് ശേഷം ഞാൻ ഈ ലൈനിങ്ങിൻ്റെ ഒപ്പമാക്കി എടുത്തിട്ട് ഈ ലൈനിങ് അറ്റാച്ച് ചെയ്യാൻ പോവാണ്. ഈ സൈഡ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞു. ഇതുപോലെ ഇതിൻ്റെ അടി ഒന്നെങ്കിൽ പൈപ്പിംഗ് വെക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ മടക്കി അടിച്ചു കൊടുക്കണം. ഇനി നമുക്ക് ഈ ഫസ്റ്റ് ഫ്രില്ല് ഈ ബോഡി പാർട്ടിൽ അറ്റാച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഇതിൻ്റെ ഷോൾഡർ ജോയിൻ ചെയ്തിട്ട് നമ്മൾ 2 സൈഡും ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡ് ജോയിൻ ചെയ്യുക. ഫസ്റ്റ് ഒരു സൈഡ് ജോയിൻ ചെയ്തിട്ട് ഈ സൈഡ് മുതൽ ഈ ഫ്രില്ല് ഇങ്ങനെ പിടിച്ചിട്ട് അറ്റാച്ച് ചെയ്തെടുക്കാം. അത് ഞാനിവിടെ ജോയിൻ ചെയ്യാൻ പോവാണ്. സൈഡ് അറ്റാച്ച് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഇതിൻ്റെ നല്ല വശവും ഈ ഫ്രില്ലിൻ്റെ ഫസ്റ്റ് ഫ്രില്ലിൻ്റെ നല്ല വശവും ലൈനിങ്ങും കൂടെ ചേർത്ത് വെച്ചിട്ട് ഇവിടെ മുതൽ നമുക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഫസ്റ്റ് ഫ്രില്ല് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഈ ലൈനിങ്ങിലോട്ട് ഈ സെക്കൻഡ് ഫ്രില്ലും ഇതുപോലെ തന്നെ ചുരുക്കിട്ട് കൊടുത്തിട്ട് ഇവിടെ ജോയിൻ ചെയ്ത് എടുക്കാം. അതിനുശേഷം ഈ ഭാഗം മടക്കി അടിക്കണം. അതുപോലെ തന്നെ ഇതിൻ്റെ താഴ്ഭാഗവും മടക്കി അടിക്കുകയോ പൈപ്പിംഗ് വയ്ക്കുകയോ ചെയ്യാം. പാർട്ടിലും ഞാൻ ഇതുപോലെ ചുരുക്കിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നല്ല വശവും ഈ ലൈനിങ്ങിൻ്റെ ഭാഗത്ത് വെച്ച് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണം ഫുൾ റൗണ്ട്. എന്നിട്ട് ഇങ്ങനെ തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഈ 2 പാർട്ട് ഞാൻ ജോയിൻ ചെയ്തു. നമുക്ക് ഇവിടെ എന്തെങ്കിലും പൈപ്പിംഗ് വെച്ച് കൊടുക്കാം. അതുപോലെ സൈഡിലും താഴ്ഭാഗവും പൈപ്പിംഗ് ചെയ്തെടുക്കാം. പിന്നെ ഈ സൈഡ് കൂട്ടി അടിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഫ്രിൽഡ് ഫ്രോക്ക് റെഡിയായി. ഫ്രണ്ട്സ്, നമ്മുടെ ഫ്രിൽഡ് ഫ്രോക്ക് കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് ഫിനിഷ് ആയിട്ടുണ്ട്. ഇതുപോലെ നല്ല ഭംഗിയാണ് തയ്ച്ച് കഴിയുമ്പോൾ. ഫസ്റ്റ് പാർട്ട് കണ്ടതിന് ശേഷം മാത്രമേ സെക്കൻഡ് പാർട്ട് കാണാവൂ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. 2-3 വട്ടം പേപ്പറിൽ വെട്ടി ചെയ്ത് കഴിയുമ്പോൾ സ്റ്റിച്ചിങ് കറക്റ്റ് ആയിക്കോളും. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.